പോലീസിന് തണുപ്പൻ മട്ടാണെന്ന് പിടികിട്ടി കഴിഞ്ഞില്ലേ മുരളി? ഇന്നിപ്പോ മന്ത്രിയെ കാണുന്നു. മന്ത്രിയല്ലമ്മേ, മന്ത്രിയെ കണ്ടിട്ട് മന്ത്രി ഞങ്ങളും കൂടി CM-നെ കാണും. CM വ്യക്തിപരമായി ഇടപെടും. ഇന്നുകൊണ്ട് അന്വേഷണം എല്ലാ ഭാഗത്തും ഊർജിതമാവും. ഇതൊന്നും കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചുമ്മാ ചടങ്ങ് നടത്തുക. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അയ്യോ അച്ഛാ, പിന്നെ എത്രയെന്നും പറഞ്ഞ് കേട്ടോണ്ടിരിക്കും. പ്ലീസ്, കുറെ ദിവസമായി കേട്ട് കേട്ട് മടുത്തു. കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ. പ്രഭ പറയുന്ന കേട്ടാ നന്ദന്റെ മേൽ നമുക്ക് അവകാശമില്ലെന്നും നന്ദനോട് സ്നേഹമില്ലെന്നും തോന്നും. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലീസിനെ മന്ത്രി ആശ്രയിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ശരി, പത്രസമ്മേളനം വിളിക്കാം. ആ വാർത്ത നന്ദൻ അപായപ്പെടുത്തിയ സംഘം കാണില്ലേ? അവർക്ക് അടുത്ത തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്ത പ്രഭയെ പോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും നെഞ്ചിൽ തീയായിട്ട് തന്നെ നിൽക്കുന്നത്. എനിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. പൊട്ടിത്തെറിക്കണമെന്നും പൊട്ടിക്കരയണമെന്നും ഉണ്ട്. പക്ഷേ ആരോട് ദേഷ്യം കാണിക്കണം? സഹിച്ചേ പറ്റൂ. ആന്റി, അങ്കിള് പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണ്. അല്പം മാറി നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ഉള്ളിൽ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോഴേ അതിന്റെ പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാവും. മുരളി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ വിഷമിപ്പിച്ചതോ ഒന്നുമല്ല. എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. നേരത്തെ ഹരിയേട്ടനൊക്കെ കൂടി പറഞ്ഞു എന്താ, ഏറ്റവും നല്ല പ്ലാനിംഗ് ആണ് നടന്നത്. നന്ദനെ സേഫായ സ്ഥലത്തേക്ക് മാറ്റിയെന്ന്. എന്നിട്ട് ഹരിയേട്ടനെയും കാണാനില്ല. ഹരിയങ്ങൾ എങ്ങും പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടമ്മേ. ദേവികെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. എന്താ അമ്മേ? ഇപ്പൊ ഈ നടക്കുന്നതും മുൻപ് നടത്തിയതുപോലെ ഒരു നാടകമാണോ? ഒരു സുപ്രഭാതത്തിൽ അവൻ വീഡിയോ കോളിൽ വരുവോ? ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള പ്ലാനിംഗ് ആയിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിലും ഒരു സൂചന താ, ഒരു ചെറിയ സമാധാനം കിട്ടാനാ. അങ്ങനെയാണോ സിദ്ധു? അമ്മേ, ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടു കഴിയുന്നതോടെ ഒക്കെ ശരിയാവും. ഉറപ്പാ. വിശ്വസിക്കാമോ? അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇന്നും കൂടി ഒന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങും. അത് പിന്നെ നിങ്ങൾക്ക് നാണക്കേടായി എന്ന് പറയരുത്. അങ്ങനെയൊന്നും വേണ്ടി വരില്ല അമ്മേ. അതെ ആന്റി, ആന്റി സമാധാനമായിട്ടിരിക്കെ. മുഖ്യമന്ത്രി പോലീസിന് കർശന നിർദ്ദേശം കൊടുക്കും. നമുക്ക് വൈകാതെ തന്നെ നന്ദനെക്കുറിച്ച് അറിയാൻ പറ്റും.